വിജയനായിട്ടുള്ള ഫസ്റ്റ് വർക്ക് അതാണ്. അതെ, ഞങ്ങൾ ഇന്നലെ തിരികെ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതെ. ഈ നെൽപ്പനച്ചൂരാൻ ആ വരി എഴുതിയതിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അതിപ്പോഴും എനിക്കൊന്നു പ്രവാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പാട്ടാണ്. തീർച്ചയായിട്ടും എപ്പോൾ ഷോയ്ക്ക് പോയാലും ആദ്യം ആവശ്യപ്പെടുന്ന പാട്ട് ഇതാണ്. ഈ രാജേഷേ, ഈ നമ്മൾ ഈ കർണാട്ടിക്കിൽ വലിയ കാര്യമായിട്ട് അല്ല, ഞാൻ പറയുന്നത് ഫ്ലൂട്ട് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലേ അതൊരു വലിയ ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദുസ്ഥാനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയൊരു ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് കേൾക്കുമ്പോൾ രണ്ട് രീതിയിലാണെങ്കിൽ പോലും അല്ലെ, എങ്ങനെയാണ് ആ രാജേഷിൻ്റെ ഒരു അനുഭവം? രണ്ടും രണ്ട് തലത്തിലാണ്. അതെ, അത് നമുക്ക് കമ്പയർ ചെയ്യാനേ കഴിയില്ല. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കർണാട്ടിക് ഹിന്ദുസ്ഥാനി തമ്മിൽ ഒരിക്കലും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടും ഈ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ രണ്ട് ഭാവങ്ങളിലേക്ക്. ഇപ്പം ഹിന്ദുസ്ഥാനി കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വലിയൊരു വേറൊരു റേഞ്ചിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് അതെ, തോന്നുന്നു. ഇപ്പം ഈ കർണാട്ടിക് ശാസ്ത്രീയ സംഗീതം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു എക്സസൈസ് ആണല്ലോ, ഒരു വലിയ ഭയങ്കരമായിട്ട് സ്വരങ്ങളൊക്കെ വായിച്ചും ബഹളമൊക്കെ ആയിട്ടിരിക്കുമ്പോഴും എനിക്ക് പലപ്പോഴും ഇതിൻ്റെ ഒരു സോളോ സ്വഭാവത്തിൽ കേൾക്കാൻ ഹിന്ദുസ്ഥാനിയാണ് കൂടുതൽ താല്പര്യം. അതിൻ്റെ വലിയ ഭാവമുണ്ട്, അതെ അതെ ഒരു ഡെപ്ത് ഉണ്ട്. അതെ. ഏറ്റവും ഇഷ്ടമുള്ള രാഗം ഏതാ? രാഗങ്ങൾ ഇഷ്ടമാണ്, യമൻ ഇഷ്ടമാണ്, ഹിന്ദോളം, മോഹനം, ഭൂപ്, അങ്ങനെ ഹിന്ദുസ്ഥാനിയില് ഒന്ന് ഏതെങ്കിലും ആ ഒരു മൂഡ് വായിക്കാം നമുക്ക്. ഹിന്ദുസ്ഥാനി പറയുമ്പോൾ തന്നെ ഒരു ബേസ് ഫ്ലൂട്ടാണ് വരുന്നത്. അതെ അതെ. മൂടേ നിങ്ങൾ മാറ്റിക്കളയും അല്ലേ? ഈ രാജേഷേ, ഈ തലമുടിയുടെ ഒരു പ്രത്യേകത എന്താ? പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഒരു- പ്രേക്ഷകരെ ഇട്ട കമന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസൂയ തോന്നുന്നുണ്ടാവുന്നതാണ്. പണ്ടേ ഉണ്ടോ അതോ ഇടയ്ക്കാണോ തുടങ്ങിയ മുടി വളർത്താൻ? ഞാൻ കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ആയിത്തീർന്നാണ് അത് കൃത്യം ഓർമ്മയില്ല. രാജേഷിൻ്റെ പാട്ടിന് ഒട്ടേറെ ആരാധകരുണ്ട്, കൺസേർട്ടാണെങ്കിലും അല്ലെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നമ്മളെ കണ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ പാട്ടിൽ തന്നെ അത്രയും താല്പര്യത്തോടു കൂടി വരുന്ന ആരാധികമാരും ആരാധകന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഒത്തിരി ഉണ്ട്. പാട്ടിനോടുള്ളൊരു താല്പര്യമാണ് അതെ പ്രധാനം. അതെ അതെ. പാട്ട് വായിക്കുന്ന ആളോട് ഒരു അനുരാഗമായിട്ടൊക്കെ അത് മാറും, പ്രത്യേകിച്ച് ഫ്ലൂട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ അല്ലേ? അതെ. ഇപ്പം നേരത്തെ ഫ്ലൂട്ട് നേരത്തെ കൊണ്ട് താഴത്ത് വെച്ചു. ശരിക്കും ഫ്ലൂട്ടാണ് മുകളിലിരിക്കേണ്ടത്, ഞാനല്ല. അതുകൊണ്ടാണ് എനിക്ക് ഫ്ലൂട്ട് വയ്ക്കാൻ ഒരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞത്. ആ ഫ്ലൂട്ടില്ലാതെ രാജേഷ് ചേർത്തലില്ല, രാജേഷും ഇല്ല, ചേർത്തലൊന്നുമില്ല. ഇത് രാജേഷിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു റിംഗ് ടോണും ഉണ്ട് അതെ അല്ലേ? ആ. മോഹം കൊണ്ട് ഞാൻ, അതെ. അതെ, നമുക്കതൊന്ന് വായിച്ചാലോ? മോഹം കൊണ്ട് ഞാൻ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇത് ചെയ്തത്, എനിക്കറിയാം, രഞ്ജിത്ത് രവീന്ദ്രൻ. രഞ്ജിത്ത് രവീന്ദ്രൻ. അപ്പൊ രഞ്ജിത്തിന് വേണ്ടി ചെയ്യാം നമുക്ക്. രഞ്ജിത്ത് നമുക്ക് ഡെഡിക്കേറ്റ്. അതെ അതെ അതെ. നമുക്ക് കൂട്ടുകാരാണല്ലോ നമ്മളെ വളർത്തുന്നത്, നമ്മുടെ തീർച്ചയായിട്ടും, കൂടെ ഉണ്ടായിരുന്ന ഗുരുക്കന്മാർ, കൂട്ടുകാർ, അതെ അതെ അതെ. എല്ലാരെയും ഓർത്തു പോകുന്ന ഒരു സംഭാഷണം. അതെ അതെ അപ്പൊ രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന റെക്കോർഡിസ്റ്റിനും അതെ.
Wow. ഈ പാട്ടൊക്കെ വായിച്ച് പിന്നെ അതങ്ങ് റിംഗ് ടോണായി അത് മാറി. ഈ ഡിവോഷണൽ സോങ്ങിലേ ധാരാളം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ. ഫ്ലൂട്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഡിവോഷണൽ സോങ്ങിൽ ഉപയോഗിച്ച ഫ്ലൂട്ട് ഏതായിരിക്കും? ഏത് സോങ്ങിനായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, ഡിവോഷൻ ഒത്തിരി വായിച്ചതുകൊണ്ട് അങ്ങനെ ഈ കണ്ണന്റെ പാട്ടുകൾക്ക് കൂടുതലുണ്ടാവുമല്ലോ അല്ലേ കൃഷ്ണന്റെ? ഉണ്ടോ? അല്ലേ? നമുക്കൊരു ഡിവോഷണൽ സോങ് കൂടി ആവാം. കാരണം വാർത്ത ഒരു ഡിവോഷണൽ വാർത്തയാണ് ആണല്ലേ? അല്ലേ? വാർത്ത ഡിവോഷണൽ എന്ന് പറഞ്ഞാൽ മകര വിളക്കുമായി ബന്ധപ്പെട്ട അത് വാർത്ത. അത് കണക്ട് ചെയ്തൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഓ, ശരി, ശരി. അതെ, ഇപ്പൊ 50 ദിവസം വ്രതമെടുത്ത് മല ചവിട്ടി ശബരിമലയിൽ സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഫ്ലൂട്ടൊക്കെ വായിച്ച് പറയട്ടെ. ശബരിമലയിൽ വായിച്ച ആ ഫ്ലൂട്ട് ഏതായിരുന്നു? അത് നമുക്കൊന്ന് വായിക്കാം. അതെ, അത് വായിച്ചിട്ട് നമുക്ക് ശബരിമലയിലെ വാർത്തയിലേക്ക് പോകാം. വലിയ നടപ്പന്തലിലെ മുഖ്യവേദിയിൽ വായിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതെ അതെ. ഓ, അത് വല്ലാത്തൊരു അനുഭവം ആയിരുന്നു. കാരണം ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് ക്യൂ നിന്നിട്ട് ഏകദേശം ഒരു 6-6:45 മണിയായപ്പോൾ വൈകുന്നേരം സന്നിധാനത്ത് എത്താൻ സാധിച്ചത്. ഉം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഭഗവാൻ തന്ന ഭയങ്കര സ്വീകരണമായിരുന്നു. അത്രയും കാത്തു നിർത്തിയതിന് അത്രയും പേരുടെ മുന്നിൽ അംഗീകാരം തരാൻ വേണ്ടി ആയിരുന്നു എന്ന് തോന്നിയോ ആ സമയത്ത്? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ആ സമയത്തെങ്കിലും എത്തി. പക്ഷെ എൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ടിന് എത്തിപ്പെടാൻ പറ്റില്ല. ആൾക്ക് നമ്മൾ ആ തിരക്കിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്താണ് അതെ. രാജേഷ് ചേർത്തലയും വന്നത്. അതെ 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 അതെ. നമുക്ക് ഒന്ന് വായിക്കാം. ഈ പാട്ട് വായിച്ചു തുടങ്ങിയെന്ന് അവിടെ ആ ദിവ്യനാമം അയ്യപ്പ. അതെ. അത് നമുക്ക് എന്തായാലും കഴിഞ്ഞ് നമുക്ക് മകരവിളക്കിന്റെ വാർത്തയിലേക്ക് വാർത്തയെ കൂടി പോകാം. ഒന്ന് കേട്ടിട്ട് വരാം. അതെ, ആ അതിനുശേഷം നമുക്ക് മകരവിളക്കിനോട് പാട്ടിന്റെ ചേർന്ന് വചനം. നിൽക്കുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ എനിക്ക് വേണം. അതെ, അതിലേക്ക് എത്താം.